നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വാരഫലത്തെയാണ് പറയുന്നത്. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലത്തെ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ പദവികളൊക്കെ പ്രാപ്തമാകുന്നതാണ്. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഭക്ഷണകാര്യത്തിൽ അരുചി, കലഹം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി വിരോധവും ക്ലേശവും പനി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യതയും ഒക്കെ പറയേണ്ടതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ പറയാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ട്. കച്ചവടത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗം വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. എല്ലാവരിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നതാണ്. ആരോഗ്യമൊക്കെ തൃപ്തികരമായി തുടരുന്നതാണ്. മാനസിക വ്യതയ്ക്ക് ഉള്ള സാധ്യതയുമുണ്ട്. കാര്യപ്രാപ്തിയൊക്കെ പ്രകടമാകുന്നതാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശ്രേഷ്ഠമായ കർമ്മഫലശുദ്ധി ഉണ്ടാകുന്ന വാരമാണ്. ഭയം ഉണ്ടാകാനിടയുണ്ട്. ശത്രുക്കൾക്ക് നാശവും ദാമ്പത്യ സുഖവും ഒക്കെ ഉണ്ടാകുന്ന നല്ല വാരമാണ്. ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വരവ് കുറയുന്ന സമയമാണ്. മാനസിക അശാന്തി രൂപപ്പെട്ടേക്കാം. ജ്വരം, വ്രണം എന്നിവയാൽ ക്ലേശമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തിൽ നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വാക്കുതർക്കത്താൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടേക്കാം. അപകടങ്ങളെയൊക്കെ കരുതി ജാഗ്രത പുലർത്തേണ്ടതാണ്. മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. മറ്റുള്ളവരുടെ കളിയാക്കലുകൾ മൂലം വൈഷമ്യം അനുഭവപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സാധുക്കൾക്കൊക്കെ ദാനം ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തിൽ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വീടിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. രത്നങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സുഖാനുഭൂതി ഉണ്ടാകുന്നതാണ്. സ്വജനങ്ങളുമായി കലഹിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. ഭൂമി വാങ്ങാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർക്ക് അത് സാധിക്കുന്നതാണ്. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് രോഗനാശവും ശത്രുനാശവും ഒക്കെ ഉണ്ടാകാം. ശോകമോഹങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ചെലവ് വർദ്ധിക്കുന്നതാണ്. ഭൂമി സംബന്ധമായിട്ട് ലാഭം ഉണ്ടാകുന്നതാണ്. സ്ത്രീകൾ മൂലം ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യങ്ങൾക്ക് അല്പം വിഘ്നം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യം തൃപ്തികരമാവാത്ത വാരമാണ്. ശത്രുഭയം ഉണ്ടാകാം, ഉത്കണ്ഠയുണ്ടാകാം, വ്യാകുലത, മനസ്താപം ഇവയും പ്രതീക്ഷിക്കേണ്ടതാണ്. കുടുംബത്തിലും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതീക്ഷകൾ വെച്ചു പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യം മോശമാകാം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് രോഗവും ദാമ്പത്യ സുഖാനുഭവങ്ങൾക്ക് തടസ്സവും ബന്ധനവും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ധനപുഷ്ടി ഉണ്ടാകുന്നതാണ്. പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണമുണ്ടാകുന്ന വാരമാണ്. ബന്ധുക്കൾക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. പൊതുവെ ധനലാഭവും ഐശ്വര്യവും കുടുംബത്തിൽ പൊതുവെ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഗുരുജനങ്ങളിൽ നിന്ന് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാം. പുത്രലാഭവും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2025 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതാണ്. ശത്രുക്കളുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതാണ്. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപകീർത്തിയും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബ സുഖവും അനുഭവത്തിൽ വരുന്നതാണ്.
ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ധനാഗമം കുറയുന്ന സമയമാണ്. ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശിരസിനും നേത്രങ്ങൾക്കും രോഗമുണ്ടായേക്കാം. വാക്ക് തർക്കമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ഉറക്കക്കുറവും അനുഭവപ്പെട്ടേക്കാം. സ്വാദിഷ്ട ഭോജനമൊക്കെ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2025 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ആലസ്യം, ഉന്മേഷക്കുറവ് എന്നിവ അലട്ടുന്നതാണ്. രോഗ ദുരിതങ്ങൾക്കും സാധ്യതയുണ്ട്. ഉയർച്ചകൾക്കൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഭൂമി നഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനെയൊക്കെ കരുതിയിരിക്കുക. പൊതുവെ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന വാരമാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുമിത്രാദികളുമായി സ്വരച്ചേർച്ചയില്ലായ്മയും ഉണ്ടായേക്കാം. ആത്മനിയന്ത്രണമൊക്കെ പാലിക്കേണ്ടതാണ്. കൃഷിയൊക്കെ ലാഭകരമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവെ ആദരിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. 12 രാശിക്കൂറുകാരുടെയും ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെയാണ് പ്രതിപാദിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.